ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ പുതിയൊരു വ്ളോഗുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ വീഡിയോസ് കാണാൻ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് നേരം വൈകി, അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ നമ്മൾ ഫ്രഷായി ഫുഡടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി കാറിലൊക്കെ കയറി. ഇപ്പോൾ വഴിയോരത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ റൗണ്ട് എത്തിയപ്പോൾ എൻ്റെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ടാക്സ് മാസ്റ്റർ എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിരുന്നു. ഒരു 6 മാസമാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് നമ്മൾ ഈ തൃശ്ശൂർ റൗണ്ടിലാണ് ഇറങ്ങിയിരുന്നത്. എന്നിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്തണ വരെ നടക്കും. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അവിടേക്ക് ബസ് പോവില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്തണ വരെ നടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഓർത്ത് പോയി. ഈ വഴി കൂടെയൊക്കെ പോയപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തത് നിങ്ങളുമായിട്ട്. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റൽ എത്താറായി. ദയ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് നമ്മൾ. അങ്ങനെ നമ്മുടെ ദയ ഹോസ്പിറ്റലെത്തി. അങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ള ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ഒറ്റയ്ക്കല്ലാട്ട് വന്ന, എൻ്റെ ഫാമിലി അടക്കമുണ്ട്. അപ്പോൾ എല്ലാവരെയും ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ ക്യാൻറ്റീൻ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും അവിടുന്ന് ചായ കുടിക്കാനായിട്ട് അങ്ങോട്ട് കയറി. ഞാൻ പഴംപൊരിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ചായയും പഴംപൊരിയും എത്തി. പിന്നെ വണ്ടിയിലിരുന്ന് കഴിക്കാൻ പോപ്കോണും വാങ്ങി ഞങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ കാർ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴിയോര കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജ്യൂസ് കുടിക്കാൻ ആഗ്രഹം തോന്നിയപ്പോൾ ഒരു ഫ്രൂട്ട്സ് കടയിൽ വണ്ടി നിർത്തി ഞങ്ങളെല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് കുടിച്ചത് ഞങ്ങൾ. പിന്നെ ഒരു ചെപ്പ് സ്ട്രോബെറിയും ഞങ്ങൾ വാങ്ങി. ചെറിയ ചെപ്പാട്ട വാങ്ങിയത്. അത് ഞാൻ വീട്ടിലെത്തുമ്പോൾ കാണിച്ചു തരാം. അത് ഹാൻസലിന് കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അങ്ങനെ ഞങ്ങളുടെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോകാനായിട്ട് കാറിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറച്ചിയും ചിക്കനൊക്കെ സ്ഥിരം വാങ്ങാറുള്ള സ്ഥലമുണ്ട് ഞങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ അവിടേക്ക് പോയിട്ട് ചിക്കനും ഇറച്ചിയൊക്കെ വാങ്ങി. ഇന്ന് രാത്രി വെല്ലുമിച്ചിമാരെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. പിന്നെ പോണ വഴിയിൽ നമ്മൾ കൂർക്ക കണ്ടു. അപ്പോൾ മമ്മിക്ക് അത് ഇഷ്ടമായി. കൂർക്ക വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വണ്ടി നിർത്തി കൂർക്കൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലൊക്കെ എത്തി. ഡ്രസ്സൊക്കെ മാറി. എനിക്കെൻ്റെ കണ്ണിൻ്റെ മിണ്ടേമ കുരുള്ളതുകൊണ്ട് ആ കൺമഷിയൊക്കെ ഒന്ന് കളഞ്ഞ് മുഖമൊന്ന് ഫ്രഷാക്കി കണ്ണിൻ്റെ മിണ്ടേമ മരുന്ന് തേച്ചു. ഇവിടെ തൊട്ടടുത്തുള്ള നേത്ര ഹോസ്പിറ്റലായിരുന്നു പോയി കണ്ടത്. എന്താവോ കണ്ണിൻ്റെ മിണ്ടേമ കുരു അതിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ചെറിയൊരു ചൂടുവെള്ളത്തിൽ തുണി മുക്കി കണ്ണിൻ്റെ മിണ്ടേമ വെക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് ഉച്ചത്തെ ഫുഡടിക്കാനായിരുന്നു. ഇന്ന് രാത്രി വെല്ലുമിച്ചിമാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായി. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം ഒരുക്കണ തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ അതേ പോർക്കൊക്കെ വേവിക്കാനായിട്ട് വെച്ച് നല്ല മണം വരുന്നുണ്ട്. മമ്മിക്ക് പിന്നെ കൂട്ടാൻ വയ്ക്കുമ്പോൾ മൺപാത്രത്തിൽ വെക്കാനാണ് നല്ല ഇഷ്ടം. അങ്ങനെ മൺപാത്രത്തിലാട്ട് മമ്മി വെച്ചേക്കണത് പോർക്ക് കറി. പിന്നെ അടുത്ത സെക്ഷൻ പയറ് നന്നാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എൻ്റെ ഫുഡടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റീരെ നന്നാക്കലൊക്കെ കഴിഞ്ഞു. സബോള, ഇഞ്ചി,
വെളുത്തുള്ളി. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു ഞാൻ ചോപ്പറിലിട്ട് നന്നാക്കി തരാമെന്ന്. നമുക്ക് കത്തിയെടുത്താലും നമ്മൾ പൊതുവെ നന്നാക്കാറില്ല, പെട്ടെന്ന് കഴിയാനായിട്ട് ചോപ്പറിലിട്ട് നന്നാക്കിയാൽ മതി. അപ്പോൾ ഇഞ്ചി കുറച്ച് ഹാർഡായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് ചോപ്പറിലിട്ട് വലിച്ചാൽ മതി. വെളുത്തുള്ളി പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ. പിന്നെ സബോള ഞാൻ ചോപ്പറിലിട്ടില്ല, അത് ഞാൻ കത്തി കൊണ്ട് സാധാ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ചെയ്തു. പിന്നെ നമുക്ക് സബോള നന്നാക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ ഞാൻ കുറച്ച് നേരം സബോള വെള്ളത്തിലിട്ട് വെച്ചു. അത് നമുക്ക് ഇന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കുമല്ലോ കറിക്ക്. അപ്പോൾ അങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരാണ്ടിരിക്കാൻ കുറച്ച് നേരം നമ്മൾ കഴുകിയിട്ടത് വെള്ളത്തിലിട്ട് വെച്ച്. അപ്പോൾ നന്നാക്കി കഴിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്നൊന്നും വെള്ളം വരില്ലേ. പച്ചമുളക് ഞാൻ കത്രിക എടുത്തിട്ട് അരിഞ്ഞു. കാരണം കത്തി കൊണ്ട് എടുത്ത് അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈമൈൻ്റെ നീറ്റൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കത്രിക എടുത്ത് നമ്മൾ മുളകൊക്കെ നന്നായില്ല. അങ്ങനെ അത്യാവശ്യം കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു കൊടുത്തു. പിന്നെ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു ഇഷ്ടം പോലെ. അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി. പിന്നെ ഞാൻ കെടുക്കാൻ പോയി കുറച്ച് നേരം. അപ്പോഴാണ് മമ്മി മേശമേരുന്ന് കൂർക്ക നന്നാക്കണം. കൂർക്ക മമ്മിക്ക് പോർക്കിലിട്ട് വെക്കാനായിട്ട്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കൂർക്ക, പക്ഷെ എനിക്കൊന്നും അറിയില്ല കേട്ടോ നന്നാക്കാൻ കൂർക്ക. പിന്നെ ഞാൻ ഇന്നലെ വ്ളോഗിൽ പറഞ്ഞിരുന്നില്ലേ ഫ്രൂട്ട്സ് കടയിൽ കയറിയെന്ന്. അപ്പം അങ്ങനെ ഹെൻസിൽ സ്ട്രോബെറി കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിയിട്ടാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പിന്നെ അതുപോലെ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എന്നും പറഞ്ഞിട്ടുള്ളൊരു റൈറ്റ് സൈഡിലുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഇടുന്ന വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിഷ്ടമുള്ള ഫ്രൂട്ടാട്ടോ കക്കി ഫ്രൂട്ട്. നല്ല രസമുണ്ട് അത് കഴിക്കാനായിട്ട്. പിന്നെ അതുപോലെ ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ ഓറഞ്ചും പേരയ്ക്കും കക്കി ഫ്രൂട്ടാട്ടാണ് വാങ്ങിയത്. അപ്പോൾ ബീഫ് കറി റെഡി ആയിട്ടാണ്. ബീഫ് കറി കാച്ചണതൊന്നും ഞാൻ എടുത്തില്ല. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബീഫ് ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് വീട്ടിലല്ലാണ്ട് തന്നെ 2-3 കറി വെക്കണോണ്ട് അങ്ങനെ വ്ളോഗ് എടുക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഉറങ്ങാൻ പോയി. ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴേക്കും പകുതി കൂട്ടാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പേരി കാച്ചാനാട്ട ഈ സബോളയും ഇതൊക്കെ ഇട്ടേക്കണേ. ഉപ്പേരിയുടെ ഒപ്പം മമ്മി കായും കൂടിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി. ഇത് ചിക്കൻ വറുത്തത്. അങ്ങനെ നമ്മുടെ ചിക്കൻ വറുത്തതും പയറുപ്പേരിയൊക്കെ റെഡിയായി. ഇത് സീതപ്പഴട്ട. ഇതിൻ്റെ ഈ ഫ്രൂട്ടിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നില്ല. അപ്പോൾ കഴിക്കാതിരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ മമ്മി പേരയ്ക്ക് മുറിച്ചിട്ട് ചെറുനാരങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരെല്ലാ സ്ഥലത്തേക്ക് ആക്കുക. പേരയ്ക്ക മുറിച്ച് നമ്മൾ കഷ്ണങ്ങളാക്കി വെക്കില്ലേ പാത്രത്തിൽ, എന്നിട്ട് ഉപ്പും മുളക് പൊടിയും കൂട്ടി തിരുമ്പി കഴിച്ചു നോക്കുക. നല്ല രസമാട്ടോ കഴിക്കാനായിട്ട്. പിന്നെ രാത്രി ഇപ്പോൾ വലിയമ്മച്ചിമാരൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ പിള്ളേർ സെറ്റ് മാത്രമായിട്ട് ഇൻസ്റ്റാഗ്രാമിലിടാൻ ചെറിയൊരു റീലൊക്കെ എടുത്തു. പക്ഷെ അത് ഞാൻ യൂട്യൂബ് ഷോർട്സിലിടാൻ നോക്കി. പക്ഷെ അതൊക്കെ എന്തോ പറ്റിയില്ല, എന്തോ കോപ്പിറൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിലീറ്റാക്കി. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എൻ്റെ റീല് കാണാം. അപ്പം അങ്ങനെ ഞങ്ങളുടെ എല്ലാവരെയും രാത്രിയൊക്കെ ഫുഡടി കഴിഞ്ഞു. അപ്പം അങ്ങനെ പാത്രം കഴുകി വെച്ച് ഞങ്ങൾ പിന്നെ അങ്ങനെ കിടക്കാൻ പോയി. അപ്പോൾ ഇനി എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി ഇപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിലേക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.